വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമ്മൾ കാണുന്നതാണ് അല്ലെ. സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ച് ചിലപ്പോൾ കൃഷി മന്ത്രിയാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാവാം, ആരോഗ്യമന്ത്രിയാകാം, ദേവസ്വം മന്ത്രിയാകാം അല്ലെ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രിയാകാം. അങ്ങനെ പലതും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. അപ്പൊ അതില് മന്ത്രിസഭ നമ്മുടെ 24ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ അല്ലെ, നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശനാണ്. അദ്ദേഹം എത്രാമത്തെ മുഖ്യമന്ത്രി എന്നാ പറയണേ? 24ാമത്തെ മുഖ്യമന്ത്രിയാണ് കേട്ടോ. 24ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി, 24ാമത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയില് മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ് ഉള്ളത്. അപ്പൊ നമ്മള് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അവരേതൊക്കെ വകുപ്പുകളാണ് ഔദ്യോഗികമായിട്ട് കൈകാര്യം ചെയ്യണേന്നാ പഠിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. അദ്ദേഹം പൊതുഭരണം, ആഭ്യന്തര ധനകാര്യം, അതുപോലെ തന്നെ അതായത് അപ്പോ പൊതുവായിട്ടുള്ള ഭരണം, ധനമന്ത്രി, ധനകാര്യമന്ത്രി, നിയമം, തുറമുഖം, ആസൂത്രണം, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പുകള്, വിവര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം അല്ലെ, പ്രവാസി മലയാളി കാര്യങ്ങൾ, ഇലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കീഴിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം 24ാമത്തെ കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആകുന്ന 13ാമത്തെ വ്യക്തിയാണ്. ഇദ്ദേഹം അടക്കം 21 മന്ത്രിമാരാണുള്ളത്. അടുത്തത് ആഭ്യന്തരമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, അതുപോലെ ജയിലുകള്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അങ്ങനെയുള്ളതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അടുത്തത് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് വ്യവസായ മന്ത്രി. അപ്പൊ വ്യവസായ വകുപ്പ് മന്ത്രി, വ്യവസായം, കോമേഴ്സ്, IT അല്ലെ, അതുപോലെ തന്നെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആരാ? പി.കെ. കുഞ്ഞാലിക്കുട്ടി. അടുത്തത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യം ആരാണ്? കെ മുരളീധരനാണ് ആരോഗ്യമന്ത്രി. മെഡിക്കൽ വിദ്യാഭ്യാസവും ആയുഷ്, ഡ്രഗ്സ് കൺട്രോള്, ഭക്ഷ്യസുരക്ഷാ ദേവസ്വം, ഇതൊക്കെ ആരുടെ കീഴിൽ തന്നെയാണ്? ആരോഗ്യം മാത്രല്ല, ഈ ദേവസ്വം മന്ത്രിയും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ആരോഗ്യം, ദേവസ്വം ആരുടെ കീഴിലാണ്? കെ മുരളീധരൻ. അടുത്തത് വൈദ്യുതി മന്ത്രി, ഇലക്ട്രിസിറ്റിയിലെ വൈദ്യുതി മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ്. വൈദ്യുതി മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ്. ഇനി നോക്കൂ, വനം വന്യജീവി സംരക്ഷണം, ഫോറസ്റ്റ്, വനം വന്യജീവി സംരക്ഷണം, ഫോറസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് സ്കിൽ ഡെവലപ്മെന്റ്, ഇനി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലാണുള്ളത്? അതിന്റെ മേൽനോട്ടം ആരാണ്? ഷിബു ബേബി ജോൺ ആണ്. ഇനി അടുത്തത് നോക്കുക, അതായത് വാട്ടർ അല്ലെ, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലവിഭവം അല്ലെ, ജലസേചനം, ഭൂഗർഭജല വികസനം, ജലവിതരണവും ശുചിത്വവും, ഭവന നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ മോൻസ് ജോസഫ് ആണ്. ആരാണ്? മോൻസ് ജോസഫ്. അടുത്തത് സിവിൽ സപ്ലൈസ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, അതുപോലെ തന്നെ ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി, ഇതൊക്കെ ആരുടെ കീഴിലാണ്? അനൂപ് ജേക്കബ് ആണ്. ആരാണ്? അനൂപ് ജേക്കബ്. അടുത്തത് റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതം, മോട്ടോർ വാഹനം ജലഗതാഗതവും CP ജോൺ ആണ്. അപ്പൊ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരാണ്? CP ജോൺ ആണ്. അടുത്തത് ലാൻഡ് ആൻഡ് റവന്യൂ അഥവാ ഭൂമി വരുമാനം, സർവേ അല്ലെ, ഭൂപരിഷ്കരണം, അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾ ആരാണ്? AP അനിൽകുമാർ ആണ്. ആരാണ്? AP അനിൽകുമാർ. ഇനി പൊതുവിദ്യാഭ്യാസം എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസ സാധാരണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ N ഷംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസം ആരുടെ കീഴിലാണ്? M ഷംസുദ്ദീന്റെ കീഴിലാണ്. സാക്ഷരത, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം, അതൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ് കേട്ടോ. ഇനി ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ റോജി M ജോൺ ആണ്. അതായത് സർവകലാശാല
സർവകലാശാലകൾ, അതായത് ഇപ്പൊ കാർഷിക സർവകലാശാല, വെറ്റിനറി യൂണിവേഴ്സിറ്റി, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, മെഡിക്കല്, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ ഉള്ള സർവകലാശാലകള്, പിന്നെ പ്രവേശന പരീക്ഷകള്, NCC, അസാപ്പ്, ഇതൊക്കെ ആരുടെ കീഴിലാണ്? റോജിയം ജോണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലാണ്? റോജിയം ജോണിന്റെ. ഇനി അടുത്ത് നോക്കിയേ, വിനോദസഞ്ചാരം, ടൂറിസം മന്ത്രി ആരാ? ടൂറിസവും സാംസ്കാരികവും ആരുടെ കീഴിലാണ്? PC വിഷ്ണുനാഥ്. ആരാണ്? PC വിഷ്ണുനാഥ് ആണ് ടൂറിസം സാംസ്കാരികം. ഇനി അത് മാത്രമല്ല, അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്, അതൊക്കെ ആരുടെ കീഴിലാണ്? PC വിഷ്ണുനാഥിന്റെ കീഴിൽ. അടുത്തത് തൊഴിൽ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മിൽക്ക് കോപ്പറേറ്റീവുകള്, വനിതാ ശിശുക്ഷേമം, വെറ്റിനറി സർവകലാശാല, അതൊക്കെ ആരുടെ കീഴിലാണ്? തൊഴില് ആരുടെ കീഴിലാണ്? ബിന്ദു കൃഷ്ണ. അടുത്തത് എക്സൈസ് കോർപ്പറേഷൻ സഹകരണം. എക്സൈസും സഹകരണവും ആരാണ്? M ലിജു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു ആണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണം, അതിൽ നഗരാസൂത്രണം, ഗ്രാമവികസനം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് അല്ലെ, അതൊക്കെ ആരുടെ കീഴിലാണ്? KM ഷാജി. ആരാണ്? KM ഷാജി. ഇനി PWD, പൊതുമരാമത്ത് വകുപ്പ്, ആരാണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ആണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. ഫിഷറീസ് മിനിസ്റ്റർ, VE അബ്ദുൽ ഗഫൂർ. ഫിഷറീസ് മാത്രമല്ല, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി വകുപ്പൊക്കെ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് കേട്ടോ. അടുത്ത നോക്കൂ, കൃഷി, മണ്ണ് പരിശോധന, മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കീഴിലാണ്? T സിദ്ദിഖ്. അപ്പൊ കൃഷി വകുപ്പ് മന്ത്രി, അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരാണ്? T സിദ്ദിഖ്. ഇനി SC/ST വികസനം, പിന്നോക്ക വിഭാഗ ക്ഷേമം, അതൊക്കെ ആരുടെ കീഴിലാണ്? KA തുളസി. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് KA തുളസി. അടുത്തത് OJ ജനീഷ്. ആരാണ്? OJ ജനീഷ് കായിക മന്ത്രിയാണ്, യുവജന ക്ഷേമ മന്ത്രിയാണ്. മൃഗശാലകള്, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ്, RKUs ഒക്കെ ആരുടെ കീഴിലാണ്? OA ജനീഷിന്റെ കീഴിൽ. അപ്പൊ നമ്മൾ 21 പേരുടെ മന്ത്രിമാരുടെ കാര്യമാണ് പഠിച്ചത്. ഇത് ടീച്ചർ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ അത് നോക്കിക്കോളാം. അപ്പോ മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണ്. പൊതുഭരണവും ധനകാര്യമൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ആരോഗ്യം ദേവസ്വം K മുരളീധരൻ, വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫ്, വനം വന്യജീവി സംരക്ഷണം ഷിബു ബേബി ജോൺ, ജലവിഭവം ജലസേചനം മോൻസ് ജോസഫ്, ഭക്ഷ്യം സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്, അതുപോലെ റോഡ് ഗതാഗതം CP ജോണ്, ലാൻഡ് റവന്യൂ AP അനിൽകുമാർ, പൊതുവിദ്യാഭ്യാസം N ഷംസുദ്ദീൻ, ഉന്നത വിദ്യാഭ്യാസം അതാരാണ്? റോജി M ജോണ്, ടൂറിസം സാംസ്കാരികം PC വിഷ്ണുനാഥ്, തൊഴിൽ മൃഗസംരക്ഷണം ക്ഷീരവികസനം ബിന്ദു കൃഷ്ണ, എക്സൈസ് സഹകരണം M ലിജു, തദ്ദേശ സ്വയംഭരണം ആരാണ്? KM ഷാജി, PWD ആരാണ്? PK ബഷീർ, ഫിഷറീസ് VE അബ്ദുൽ ഗഫൂർ, കൃഷി മണ്ണ് പരിശോധന അതൊക്കെ ആരുടെ കീഴിലാണ്? TE സിദ്ദിഖ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വിഭാഗം ആരാണ്? KA തുളസി, കായികം യുവജനക്ഷേമം അങ്ങനെയുള്ളത് ആരുടെ കീഴില്? OJ ജനീഷ് കേട്ടോ. അപ്പൊ എന്താ ഇതിപ്പോ ഒരു ഹോട്ട് ടോപ്പിക്കിന്റെ ക്ലാസ്സിൽ തന്നെ ഇത് ഉൾപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് തന്നെ ഇത് വരാറുണ്ട്, മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചും. അതുകൊണ്ട് അതിന്റെ ഗൗരവത്തിൽ പഠിക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.